നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചങ്ങലംബരൻ്റെയാണ്. ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കുവാനുള്ള വളരെ ഔഷധ ഗുണമാണ് ഈ ചങ്ങലംബരൻ്റെക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനെ അസ്ഥിസന്ധാനീയ ഔഷധഗണങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈറ്റേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം വൈറ്റിസ് ക്വാഡ്രാങ്കുലാരിസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ അസ്ഥിസംഹാരി, കലിശ, ഗ്രന്ഥിമാൻ, അസ്ഥിശൃംഖല എന്നൊക്കെയാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലും അതേപോലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇലകൊഴിയും വനങ്ങളിലും ഈ ചങ്ങലംബരണ്ടയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 4 കോണുകളോട് കൂടിയിട്ടുള്ള ഏകദേശം 15 സെൻറ്റിമീറ്റർ ഇടവിട്ടുള്ള പർവ്വസന്ധികൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ആ പർവ്വസന്ധികളിൽ നിന്നാണ് ഇതിൻ്റെ ഇലകൾ രൂപപ്പെടുന്നത്. ഇലകൾ വളരെ ചെറുതും ഹൃദയാകാരത്തിലുമാണ് കാണപ്പെടാറുള്ളത്. ഇതിൻ്റെ പർവ്വസന്ധികളിൽ നിന്നും സ്പ്രിങ് പോലെയുള്ള വള്ളി തൂങ്ങിക്കിടക്കുന്നതാണ്. ഇതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇത് പടർന്നു കയറാറുള്ളത്. ഇലയ്ക്ക് സമുഖമായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. പൂക്കൾ വളരെ ചെറുതാണ്. ഒറ്റ വിത്തോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ ഫലം ക്യാപ്സ്യൂൾ രൂപത്തിൽ കാണപ്പെടുന്നു. കാൽഷ്യം ഓക്സലേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, അസോർബിക് ആസിഡ് എന്നിവയാണ് ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾ. ഇതിൻ്റെ ഭസ്മത്തിൽ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഒടിഞ്ഞ അസ്ഥികളെ യോജിപ്പിക്കുവാനും അതേപോലെ അസ്ഥികൾക്ക് ബലം കൊടുക്കുവാനും വളരെ ഉത്തമമായിട്ടുള്ള ഔഷധമാണ് ചങ്ങലംബരണ്ട. കഫവാത രോഗങ്ങൾക്കും അതേപോലെ ആർത്തവ സംബന്ധമായ അസുഖങ്ങൾക്കുമൊക്കെ ചങ്ങലംബരണ്ട ഉപയോഗിക്കുവാറുണ്ട്. ഇല, വള്ളി എന്നിവയാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ചങ്ങലംബരണ്ട അത് ഈ എല്ലുകളുടെ ഏകദേശം ആ ജോയിൻറ്റിൻ്റെ പോലെയാണ് ഇതിൻ്റെ ഈ ജോയിൻ്റ് ഇരിക്കുക. അതുകൊണ്ട് ഇതിൻ്റെ എല്ല് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ അതിൻ്റെ ഏറ്റവും ഫലപ്രദം. ഇത് നേരത്തെ പറഞ്ഞ ഹൈലി ന്യൂട്രീഷൻ, അതായത് കാൽഷ്യം, അതുപോലെ ഈ കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, ഇങ്ങനെ എല്ലുകൾക്ക് വേണ്ട പോഷകം ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്രാക്ചർ പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീര് തേൻ ചേർത്ത് അകത്തേക്ക് കൊടുക്കും. ഇത് തന്നെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ല് കൂടും. പിന്നെ ഇതിനൊരു ഫലസിദ്ധിയുള്ളത് ഈ ആർത്തവ ക്രമീകരണം, അതായത് ഇന്ന് കാണുന്ന ഈ PCODക്ക് ഇതിൻ്റെ സ്വരസം എടുത്ത് ദിവസേന 2 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിച്ചാൽ 1 മാസം കൊണ്ട് വളരെ അത്ഭുതമായി ബലം കിട്ടും. അതുപോലെ തന്നെ ഈ പൈൽസിന്, ഈ ബ്ലീഡിങ് പൈൽസിന് ഈ ചങ്ങലംബരൻ്റെ സ്വരസം എടുത്തിട്ട് ലേശം നെയ്യും ചേർത്ത് കൊടുക്കുക. അത് തന്നെ ഈ പുറമേ പരട്ടം ചെയ്ത് കഴിഞ്ഞാൽ പൈൽസ് ചുരുങ്ങിപ്പോകും. പിന്നെ ഈ നടുവേദനയുള്ള ആൾക്ക്, ഈ IVDP എന്ന് പറഞ്ഞ രോഗിക്ക്, ഈ ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ ചങ്ങലംബരണ്ട അരച്ച് ഈ മുറിവെണ്ണയിൽ കലക്കമാക്കിയിട്ട് ഈ പുറത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ വേദന പെട്ടെന്ന് ശമിക്കും. അതുപോലെ ഈ IVDP എന്ന രോഗം മാറും ചെയ്യും.